ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് നോർമൽ വാറന്റി ആദ്യം നോക്കി. ദെൻ നമുക്ക് ഈ ബ്രാഞ്ചിൽ PDA വാറന്റി ഉണ്ടോ എന്ന് നോക്കാം. PDA കൊടുത്തു, സെയിം തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. ആ ബ്രാഞ്ചിൽ PDA ഇല്ല, ഞാൻ ഓൾറെഡി എടുത്തതായതുകൊണ്ടാണ് നോക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതും രണ്ടും കൂടി ആഡ് ചെയ്താൽ PDA വാറന്റി ഇതുപോലെ തന്നെ കൗണ്ടും, ട്രാൻസ് ഡാമേജ് ഉണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് ഇടാം. ദെൻ നെക്സ്റ്റ് ഗുഡ് വിൽ വാറന്റി എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് നോക്കാം. അത് ഞാൻ വാറന്റി എക്സ്റ്റൻഷൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അവിടെ വാറന്റി എക്സ്റ്റൻഷൻ ആയിട്ട് 4 ജോബ് കാർഡ്സ് ഉണ്ട്. 4 ഓരോ പാർട്സ് വെച്ചാണ്. ഇപ്പൊ എമൗണ്ടും ഇതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ പാർട്സ് പ്ലസ് ലേബർ ആയിരിക്കും. നെക്സ്റ്റ് ഗുഡ് വിൽ വാറന്റി ഉണ്ടോ നോക്കാം. ഗുഡ് വിൽ വാറന്റി ഇവിടെ ഒന്നുമില്ല. നെക്സ്റ്റ് പോർഷൻ നമുക്ക് വരുന്നത് റീകോൾ വാറന്റിയാണ്. റീകോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റീകോളിന് DMSൽ ടെക്നിക്കൽ ക്യാമ്പയിൻ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു ടെക്നിക്കൽ വാറന്റി ഉണ്ടായിരുന്നു, അതിന് 5 ലേബർ കോഡാണുള്ളത്. പാർട്സ് ഒന്നുമില്ല. സോ എമൗണ്ട് ആയ 893. ഓക്കെ, ഞാൻ കൗണ്ട് 1 ഇടുവാണ്, കാരണം പാർട്സ് ഒന്നും കറന്റ് ഇല്ല അതിന്. സോ ഞാൻ കൗണ്ട് 1 അങ്ങിട്ട് പോകുന്നു. നെക്സ്റ്റ് ട്രൂ വാല്യൂ വാറന്റി നോക്കും. ട്രൂ വാല്യൂ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, 1 വന്നേക്കുന്നത്. ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ബില്ല് അടിച്ചേക്കുന്നതിന്റെ വെഹിക്കിൾ ലിസ്റ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് 4ാമത്തെ പോർഷൻ ഇതേ സെയിം റിപ്പോർട്ടിന്റെ തന്നെയാണ്. DMSൽ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. ലോഡ് സ്റ്റാറ്റസ് മാറ്റി ഓൾ മാറ്റി ലോഡ് ജനറേറ്റർ കൊടുക്കണം. അതായത് വാറന്റി ക്ലെയിം ചെയ്തതിന്റെ ലിസ്റ്റ് അറിയാനായിട്ടാണ്. ഇത് ജസ്റ്റ് ട്രൂ വാല്യൂ സബ്മിറ്റ് ചെയ്തു. അവർ ക്ലെയിം ചെയ്തിട്ടില്ല, പെൻഡിങ് ആണ്. സോ നമുക്ക് അവിടെ അത് 00 ഇടാം. നെക്സ്റ്റ് റീകോൾ നോക്കാം. റീകോൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ദെൻ വാറന്റി എക്സ്റ്റൻഷൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു കോള് അടുത്തത് ചെയ്യാനുള്ളത് ഗുഡ് വിൽ വാറന്റി എടുക്കാം. ഗുഡ് വിൽ വാറന്റി 0 ആയിരുന്നു, നോക്കുന്നില്ല.
ദെൻ നോർമൽ വാറണ്ടി നോക്കാം. നോർമൽ വാറണ്ടി ഇതായിട്ടൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല. സോ നമുക്ക് 00 ഇടാം. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് എടുക്കുന്ന മൂലം നമുക്ക് DMSലാണെങ്കിലും വാറണ്ടി ബില്ല് അടിച്ചിട്ട് ക്ലെയിം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. മാരുതി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ രണ്ട് പോർഷൻ്റെ ERP എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ERPക്കകത്ത് റിപ്പോർട്ട്സ്, കോൺഫിഗർ റിപ്പോർട്ട്, സർവീസ് അനാലിസിസ് റിപ്പോർട്ടിൻ്റെ അകത്ത് ക്ലെയിം ലോഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രാഞ്ചിൻ്റെ. ഈ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ടൈപ്സ് ക്ലെയിംസിൻ്റെയും ഒറ്റ ഒരു റിപ്പോർട്ടാണ്, എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. നമുക്ക് ലാസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്യൂ ടൈപ്പ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ഈ കോളത്തിൽ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി, ഫ്രീ സർവീസ്, ഗുഡ് വില്ല്, പ്രീ ഓൺഡ്, റീകോള്, വാറണ്ടി, ഇതെല്ലാം ബില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടാവും, ക്ലെയിം ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് നമ്മൾ 3ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ക്വാണ്ടിറ്റി, ലേബർ ക്ലെയിം, പാർട്ട് ക്ലെയിം. അതായത് നമ്മൾ ബില്ല് അടിച്ചേക്കുന്ന എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന 4 കോളത്തിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുന്നത്. അത് നമ്മുടെ വാറണ്ടി കോർഡിനേറ്റർ DMS ക്ലെയിം ചെയ്യുന്ന ടൈമിൽ തന്നെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ ഫില്ലായി വരും. ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോളംസ് ബ്ലാങ്ക് കിടക്കും. ദെൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലോട്ട് എമൗണ്ട്. അത് അക്കൗണ്ട് സെക്ഷനിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ വാറണ്ടി DMS ന്ന് ഒരു ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ആവുമല്ലോ നമുക്ക് പാസ് ആയി കഴിയുമ്പോൾ, ആ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സ് ഇടുന്ന എൻട്രി വെച്ചിട്ടായിരിക്കും ഇവിടെ എമൗണ്ട് വരിക. സോ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ AWMസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പോർഷൻസ് മാത്രമേ എടുക്കേണ്ടുള്ളൂ. ഫസ്റ്റ് പോർഷൻ പാർട്സ് ക്വാണ്ടിറ്റി, ലേബർ ക്ലെയിം, പാർട്ട് ക്ലെയിം. ഇത് ഇൻവോയ്സ് ചെയ്ത എമൗണ്ട് ആണ്, ക്ലെയിം ചെയ്യുന്നതിന് മുമ്പുള്ളത്. ഇത് ക്ലെയിം ചെയ്തതിന് ശേഷമുള്ളത്. ഇതിനിപ്പോൾ വാറണ്ടി ഞാൻ ആദ്യം ഫിൽറ്റർ ഇടാം ഓരോ ടൈപ്പ് വെച്ചിട്ട്. ഫസ്റ്റ് ഞാൻ നോർമൽ വാറണ്ടി എടുത്തു. ഇവിടെ പാർട്ടിന്റെ ക്വാണ്ടിറ്റി ഒക്കെ 2 എണ്ണം വന്നിട്ടുണ്ട്. പാർട്ട് ക്വാണ്ടിറ്റി വന്നേക്കുന്ന 2 ആണ്. ഞാനത് ഇവിടെ 2 കൊടുത്തു. പിന്നെ അടുത്തത് പാർട്സ് എമൗണ്ട് പ്ലസ് ലേബർ എമൗണ്ട്. സോ ഈ 2 കോളത്തിന്റെ സം ആയിരിക്കും. ഓക്കെ, അതിന്റെ സം ഇട്ടു. അപ്പൊ ജസ്റ്റ് 3 രൂപ ഡിഫറൻസേ ഉള്ളൂ അത് ഇൻവോയ്സ് ചെയ്യുന്ന ടൈമിൽ. നെക്സ്റ്റ് നമുക്ക് ഗുഡ് വിൽ വാറണ്ടി അല്ലെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഷൻ നോക്കാം. ERPയിൽ ഞാൻ പറഞ്ഞ പോലെ ഗുഡ് വില്ലും വാറണ്ടി എക്സ്റ്റൻഷൻ ഒരുമിച്ചായിരിക്കും. സോ ഞാൻ ഗുഡ് വില്ല് മാത്രം ഇവിടെ നമുക്ക് ഇട്ടാൽ മതി. പാർട്സിന്റെ വന്നേക്കുന്നത് 4 ക്വാണ്ടിറ്റി വന്നേക്കുന്നത്. എമൗണ്ട് ഇതിന്റെ രണ്ടിനും കൂടി സമ്മ്. ജസ്റ്റ് ഇവിടെ ഒരു 360 ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇൻവോയ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വാറണ്ടി പാർട്സിന്റെ വാറണ്ടി പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് DMS അത് ഫിക്സ്ഡ് ആയിരിക്കില്ല, ERPയിൽ. സോ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ക്ലെയിം ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും വാറണ്ടിയിലെ പ്രൈസ് മാറ്റം ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുമ്പോൾ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഗ്യാപ്സ് നമുക്ക് ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ബില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് വാറണ്ടിയുടെ പാർട്സ് എല്ലാം ഇഷ്യൂ ആയോ എന്ന് അറിയാനാണ് ഈ ഒരു തേർഡ് പോർഷന്റെ ഉദ്ദേശം. അപ്പൊ ഈ എമൗണ്ട് ഡിഫറൻസ് വന്നാൽ നമുക്കത് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അതോർത്ത് പേടിക്കേണ്ട. നെക്സ്റ്റ് റീകോള്. അവിടുത്തെ അടുത്ത ഇഷ്യൂ ടൈപ്പ് ആയിട്ട് ഞാൻ റീകോൾ ചെയ്യാൻ ഫിൽറ്റർ ഇടും. റീകോൾ ക്ലെയിംസ് ഉണ്ട്. ഇവിടെ ഒരു 2 വണ്ടിയാണ് റീകോൾ ചെയ്തേക്കുന്നത്. തേർഡ് ഫ്രീ സർവീസും ഒരു ഈക്കോയും.
എനിക്ക് തോന്നുന്നത് ഈ ബലേനോ അവർ എന്താ മിസ്റ്റേക്കൻലി കയറി ക്ലെയിം ചെയ്തേക്കണാണ്. കഴിഞ്ഞു പോയ റീകോൾ ആണ്, അത് അവരുടെ കറക്ഷൻസ് ആണ്. ഇപ്പൊ ഇത് തെറ്റിച്ചാണ് ഇവർ ആക്ച്വലി ചെയ്തേക്കണത്. നമുക്കറിയില്ല, ഈ ഒരു റീകോൾ അവർക്ക് ഓൾറെഡി ചെയ്തതാണ്, പക്ഷെ ERP രണ്ടാമത് അവർ ചെയ്തു. അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ റിപ്പോർട്ട് എടുക്കുമ്പോൾ പാർട്സ് ഒന്നുമില്ല, പക്ഷെ ലേബർ അവർ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വെഹിക്കിൾസ് വന്നേക്കുന്നത്. ഇവിടെ ആക്ച്വലി ഒന്നേ ഉള്ളൂ, ഒന്നായിരുന്നു കറക്റ്റ്. ഇനിയിപ്പോ ഈ റിപ്പോർട്ട് എടുത്തുപോലെ അവർ ഐഡന്റിഫൈ ചെയ്ത് ബില്ല് ക്യാൻസൽ ചെയ്ത് ചെയ്യേണ്ട വരും. ഓക്കെ, ഇത് നോക്കുമ്പോഴേക്കും ERP ഒരു ക്ലെയിം കൂടുതലാണ്, എമൗണ്ട് 1778 രൂപയും കൂടുതലാണ്. അപ്പൊ നെക്സ്റ്റ് ട്രൂ വാല്യൂ വാറന്റി ഇവിടെ വന്നിട്ടില്ല, സോ അത് ഞാൻ 0 ആണ് ഇടുന്നത്. അപ്പൊ ഈ പോർഷൻ കഴിഞ്ഞു. അതിന് നോക്കേണ്ടത് എമൗണ്ട് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് അടുത്ത പോർഷൻ വരുന്നത് നമുക്ക് ഇതേ ഫിൽറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ക്ലെയിം പാർട്ട് എന്നുള്ള കോളത്തിൽ ജസ്റ്റ് ഇവിടെ വരുമ്പോഴേക്കും ഓക്കെ, ഈ പോർഷൻസിൽ എമൗണ്ട് വരുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടതുള്ളൂ. ഇപ്പൊ കറന്റ്ലി ഇവർ ഒന്നും തന്നെ ക്ലെയിം ചെയ്തിട്ടില്ല. ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലാങ്ക് ഒഴിവാക്കിയിട്ട് എമൗണ്ട് വരുന്ന പോർഷൻസ് മാത്രം എടുത്താൽ മതി. അപ്പൊ എമൗണ്ട് നമുക്ക് അത് നോക്കി ഈ റിപ്പോർട്ട്സിലേക്ക് പേസ്റ്റ് ചെയ്യാം. കറന്റ്ലി ഇപ്പൊ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ 0 ഇട്ട് വിടുവാണ്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ഇഷ്യൂ ടൈപ്പ് ഇവിടെ തന്നെ ഫിൽറ്റർ ഇടും. ദെൻ ക്വാണ്ടിറ്റി നമുക്ക് ഈ കോളത്തിൽ നിന്ന് എടുത്താൽ മതി. എമൗണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലെയിം പാർട്സ് ഓർ ക്ലെയിം ലേബർ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് എടുക്കണം. അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് എമൗണ്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും. ഇതിപ്പോ ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ 0 ഇട്ട് വിടുന്നു. ഇപ്പൊ നെക്സ്റ്റ് 5ാമത്തെ പോർഷനാണ് വരുന്നത്. 5ാമത്തെ പോർഷനും 6ാമത്തെ പോർഷനും ഫ്രീ സർവീസിന്റെ ആണ്. നമുക്ക് ഇനിഷ്യലി 6ാമത്തെ പോർഷൻ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി നമുക്ക് 5ാമത്തെ പോർഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം 6ാമത്തെ പോർഷൻ എങ്ങനെ ഫില്ല് ചെയ്യുന്ന എടുക്കാം. അതിന് DMSന്റെ സൈഡിൽ നിന്ന് സർവീസിൽ റിപ്പോർട്ട്സിൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫ്രീ സർവീസ് ക്ലെയിം ചെക്ക് ലിസ്റ്റ്, ഈ ഒരു പാത്താണ് എടുക്കേണ്ടത്. സർവീസിൽ റിപ്പോർട്ട്സിൽ ചെക്ക് ലിസ്റ്റിനകത്ത് ഫ്രീ സർവീസ് ക്ലെയിം ചെക്ക് ലിസ്റ്റ്, ഇതായിരിക്കും ആ റിപ്പോർട്ട്. എല്ലാം പോലെ തന്നെ ബ്രാഞ്ച് സെലക്ട് ചെയ്തു, ഡേറ്റ് സബ്മിറ്റ് ചെയ്തു. ഡേറ്റ് റിപ്പോർട്ട് എടുക്കുമ്പോൾ 1 ഡേ ബാക്ക് ആയിരിക്കും എടുക്കാൻ പറ്റുക. വാറന്റി പോലെ തന്നെ 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ ഉള്ളത്. ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നു. ലോഡ് സ്റ്റാറ്റസ് ഓൾ തന്നെ കിടക്കണം, പിന്നെ സ്റ്റാറ്റസ് ഓപ്പൺ ആയിരിക്കണം. പിന്നെ റിപ്പോർട്ട് നമുക്ക് 3 രീതിയിൽ എടുക്കാൻ പറ്റും. ഓൾ ആയിട്ട് എടുക്കാം, ഓൺ ഡീലറും അതർ ഡീലറും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം അതർ ഡീലർ ഓൺ ഡീലറിന്റെ സ്പ്ലിറ്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യം അതർ ഡീലർ ഞാൻ എടുത്തു. ജസ്റ്റ് ഞാൻ എക്സലിലേക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീ സർവീസ് ഓൺ ഡീലർ ആണ് എടുത്തേക്കുന്നത്. ഈ റിപ്പോർട്ട് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ടോപ്പ് പോർഷൻസ് ഞാൻ റിമൂവ് ചെയ്തു. എക്സലിൽ ഫിൽറ്റർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഫുള്ള് സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെന്റർ ഒന്ന് ഒഴിവാക്കി ഫിൽറ്റർ ഇട്ടാൽ മതി. ഇവിടെ ഫിൽറ്റർ ഇടുമ്പോഴേക്കും ഫസ്റ്റ് സർവീസ്, 1 സെക്കൻഡ്, ഓക്കെ. ഞാൻ ഫിൽറ്റർ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഫ്രീ സർവീസ് ആദ്യം സോർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര ഫ്രീ സർവീസ് വന്നെന്നുള്ളതിന്റെ കൗണ്ട് ഉണ്ടാവും. 20 ഫ്രീ സർവീസ് ആണ് നമ്മുടെ ഓൺ ഡീലറിന്റെ ഉണ്ടെന്ന്. അപ്പൊ ഞാനത് ഈ കോളത്തിൽ ഫസ്റ്റ് ഫ്രീ സർവീസ് ഓൺ എന്നുള്ളിടത്ത് 20 എന്നിടും. നെക്സ്റ്റ് അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ എമൗണ്ട് എന്നുള്ള കോളം ഉണ്ടാവും. അപ്പൊ അതിൽ നോക്കിയിട്ടുണ്ട്, ഇവിടെ സം എമൗണ്ട് ഉണ്ടാവും, 8775 ആണ്. നെക്സ്റ്റ് ഞാൻ വീണ്ടും ഫിൽറ്ററിൽ വന്നിട്ട് ഫസ്റ്റ് മാറ്റി സെക്കൻഡ് സർവീസ് ഇടാം. സെക്കൻഡ് സർവീസ് ഇടുമ്പോൾ 26 വെഹിക്കിൾസ് ആണ് സെക്കൻഡ് ഫ്രീ ഉണ്ടായിരുന്നത്. സോ ഞാൻ അതർ ഡീലർ
നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. പിന്നെ സെക്കൻഡ് സർവീസ് ഓൺ ഡീലർ 26, എമൗണ്ട് 10,325. നെക്സ്റ്റ് ഫിൽട്ടർ മാറ്റി തേർഡ് ഫ്രീ സർവീസ് കൊടുക്കുന്നു. കൗണ്ട് 35, എമൗണ്ട് 18,225. നെക്സ്റ്റ് എടുത്തത് ഫ്രീ സർവീസ് തേർഡ് മാറ്റി ട്രൂ വാല്യൂ കൊടുത്തു. 3 ട്രൂ വാല്യൂ ഫസ്റ്റ് ഉണ്ടായിരുന്നു, എമൗണ്ട് 750. സെക്കൻഡ് ട്രൂ വാല്യൂ ഒരെണ്ണമാണുള്ളത്, 625. തേർഡ് ഫ്രീ 2 ഉണ്ടായിരുന്നു, തേർഡ് ട്രൂ വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ ക്യാരി വെഹിക്കിൾസ് വരുന്നുണ്ട്. ഞാനിവിടെ കറന്റ് ആഡ് ചെയ്തിട്ടില്ല. അത് വരുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കോൾ ഇട്ട് നമുക്ക് രണ്ടാമത് ആഡ് ചെയ്താൽ ഫോർത്ത് ഫ്രീ സർവീസ് ഓണും ഫോർത്ത് ഫ്രീ സർവീസ് അതറും. ഇപ്പൊ കറന്റ് ബാക്കിയുള്ള റീജൻസിൽ സൂപ്പർ ക്യാരി കുറവായിട്ടുണ്ടായിരുന്നു ആ കോൾ ഇടാത്ത. തൃശ്ശൂർ റീജിയനിൽ അത്യാവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് ആഡ് ചെയ്താൽ മതി നിങ്ങൾ. നെക്സ്റ്റ് ഞാൻ അതർ ഫ്രീ സർവീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. സെയിം തന്നെ ടോപ്പ് ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു, മാർജിൻ സെന്റർ ഒന്ന് ഒഴിവാക്കി, ഫുള്ള് ഫിൽട്ടർ ഇട്ടു. അവിടെ ഒരു സെക്കൻഡ് ഫ്രീ സർവീസ് ആണ് വന്നത്. സോ ഫസ്റ്റ് ഞാൻ 0 ഇടുന്നു. സെക്കൻഡ് ഫ്രീ സർവീസ് 1, അതിന്റെ 375 റുപ്പീസ് ആണ്. തേർഡ് ഫ്രീ സർവീസ് ഒരെണ്ണം 500. ഓക്കെ, അപ്പൊ ഈ പോർഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പോർഷനെ ബേസ് ചെയ്ത് നമുക്ക് മേലോട്ട് ഇടാം. അപ്പൊ ഫസ്റ്റ് ഫ്രീ സർവീസ് 20 തന്നെ, 8775. സെക്കൻഡ് ഫ്രീ സർവീസ് വരുന്നത് ഇതിന്റെ രണ്ടിനും കൂടി സം എടുത്താൽ മതി, 27 വെഹിക്കിൾസ്. എമൗണ്ട് മേക്കിന്റെ സം 700. തേർഡ് സർവീസ് 36 വെഹിക്കിൾ. അപ്പൊ ഈ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആറാമത്തെ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് അഞ്ചാമത്തെ റിപ്പോർട്ട് ഫിൽ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ERP-യിൽ എടുക്കുന്നത് നമ്മുടെ ആദ്യം കാണിച്ച ക്ലെയിം ലോഡ് സ്റ്റാറ്റസിന്റെ സെയിം റിപ്പോർട്ട് തന്നെയാണ്. അവിടെ നമുക്കിവിടെ ഫിൽട്ടർ ഉണ്ട്. ഈ ഫിൽട്ടർ ഫ്രീ എന്ന് കൊടുത്തേച്ചാൽ മതി. അപ്പൊ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിൽറ്ററും കൂടി ഇടാം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. ഈ കോളത്തിന്റെ അകത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആക്ച്വലി ഒൺലി ഫ്രീ സർവീസ് 1, 2, 3, 4 അതുപോലെ ട്രൂ വാല്യൂ 1, 2, 3ക്ക് മാത്രമേ ഇഷ്യൂ ടൈപ്പ് ഫ്രീ കൊടുക്കാവുള്ളൂ. ഇപ്പൊ കറന്റ് ബ്രാഞ്ചിൽ നിന്ന് അവിടെ കുറച്ച് വെഹിക്കിൾസ് റോങ് ആയിട്ട് അലൈൻമെന്റ് എല്ലാം ഫ്രീ എന്ന ഇഷ്യൂ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് RM ലെവലില് ബിൽ ക്യാൻസലേഷന് വേണ്ടി പോയേക്കാണ്. അപ്പൊ നമ്മുടെ ബ്രാഞ്ചസിൽ ഈ ഒരു തെറ്റ് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ബില്ലിംഗ് ക്ലർക്കിന്റെ സൈഡിലെങ്കിലും ചെക്ക് ചെയ്ത് പോകണം. ഒൺലി ഫ്രീ സർവീസ് 1, 2, 3 ട്രൂ വാല്യൂ 1, 2, 3ക്ക് മാത്രമേ ഇഷ്യൂ ടൈപ്പ് ഫ്രീ കൊടുക്കാവുള്ളൂ. നമ്മൾ ഇഷ്യൂ ടൈപ്പ് വാറന്റി എല്ലാം ആക്കുന്ന പോലെ ഫ്രീ എന്ന് ഇഷ്യൂ ടൈപ്പ് ആക്കാവുള്ളൂ. അപ്പൊ ഞാനിപ്പോ കറന്റ് അതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയിട്ട് ഫ്രീ സർവീസ് മാത്രം ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനെ ചൂസ് ചെയ്തു. ഞാൻ ആദ്യം നമുക്ക് ഫസ്റ്റ് ഫ്രീ സർവീസ് എടുക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് ഫ്രീ സർവീസ് എടുത്തപ്പോഴേക്ക് ഇവിടെ 19 ഫ്രീ സർവീസ് ആണ് കാണിച്ചേക്കുന്നത് ടോട്ടല്. പക്ഷെ ഇവിടെ നമുക്ക് 20 ഫ്രീ സർവീസ് ആണുള്ളത്. അപ്പൊ അത് അവരെ ഏതോ ഒരു വണ്ടിക്ക് ലേബർ കോഡ് അടിച്ചിട്ടില്ല. എമൗണ്ട് നോക്കിയിട്ടുണ്ട്, ഇവിടെ 8156 ആണ്. നെക്സ്റ്റ് ഞാൻ സെക്കൻഡ് ഫ്രീ സർവീസ് എടുക്കുമ്പോൾ 26 വെഹിക്കിൾസ് ആണുള്ളത്. അവിടെ ഇതുപോലെ തന്നെ ഏതൊരു വെഹിക്കിൾസിന് ഫ്രീ സർവീസിന്റെ എമൗണ്ട് അടിച്ചിട്ടില്ല. എമൗണ്ട് 10,300.
നെക്സ്റ്റ് തേർഡ് ഫ്രീ 35 വെഹിക്കിൾസ് 18,230. ട്രൂ വാല്യൂ ഫസ്റ്റ് ഇടുമ്പോഴേക്കും 3 വെഹിക്കിൾസ് ഉണ്ട് 750 റുപ്പീസ്. സെക്കൻഡ് 1 625 2 850. ഓക്കെ, അപ്പൊ നമുക്ക് ERP-ലെ 5ാമത്തെ പോർഷൻ കഴിഞ്ഞു. 6ാമത്തെ പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 6ാമത്തെ പോർഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ സെയിം ഫിൽറ്റർ തന്നെ ഇവിടെ സപ്ലയർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. സപ്ലയറിൽ നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിൾ ആണോ അതർ വെഹിക്കിൾ ആണോ, അതായത് സെല്ല് ചെയ്ത് ആരാന്നുള്ളതാണ് ഈ സപ്ലയറിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറന്റ് നമുക്ക് SLN എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതായത് സെയിൽസ് നെക്സയാണ് ഈ SLN ഉദ്ദേശിക്കുന്നത്. അതുപോലെ SLM ഉണ്ടാവും, അതായത് സെയിൽസ് മാരുതി, അതായത് നമ്മുടെ നോർമൽ അറീന ചാനലിനാണ് SLM എന്ന് ഉദ്ദേശിക്കുന്നത്. SLN എന്ന് പറഞ്ഞാൽ നെക്സ ചാനലിനെയും. അതുപോലെ MTV എന്ന് പറയുന്നത് നമ്മുടെ മാരുതി ട്രൂ വാല്യൂ. അപ്പൊ അതിനെയാണ് നമ്മൾ നമ്മുടെ ഇതിനെയാണ് ഇങ്ങനത്തെ കോഡുകൾ പിടിച്ചേക്കുന്നത്, അത് ഓൺ ഡീലർ. അപ്പൊ നമുക്ക് അതർ ഡീലറിനെയാണ് അത് അവരവരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സോർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതർ ഡീലർ മാത്രം ആദ്യം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ട്രൂ വാല്യൂ സെക്കൻഡ് ഒന്ന്, ട്രൂ വാല്യൂ നോർമൽ സെക്കൻഡ് സർവീസ് ഒന്ന്, തേർഡ് സർവീസ് ഒന്ന്, ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഫ്രീ സർവീസ് ഒരെണ്ണം 375. അടുത്ത തേർഡ് ഫ്രീ സർവീസ് ഒരെണ്ണം 500 രൂപ. ട്രൂ വാല്യൂ സെക്കൻഡ് ഒരെണ്ണം 625 രൂപ. ഞാൻ ആദ്യം അതർ ഡീലറിന്റെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ദെൻ ഞാനിവിടെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് അതർ ഡീലറിനെ എല്ലാം ഒഴിവാക്കി ഞാൻ. ദെൻ ക്ലോസ് കൊടുത്തു. ദെൻ നമുക്ക് ഫ്രീ സർവീസിന് ഫിൽറ്റർ ഇട്ടാൽ മതി. 19 വെഹിക്കിൾസ് 8156. AMC എന്നുള്ള വരാൻ പാടില്ല, അവരത് മിസ്റ്റേക്കിൽ ഇട്ടുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഗ്യാപ്പാണ് നമ്മൾ ഇവിടെ ഈ റെഡ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ അവിടെയാണെങ്കിൽ ഫസ്റ്റ് ഓരോ ഫ്രീ സർവീസിന്റെ ലേബർ കോഡ് അടിക്കാൻ വിട്ടുപോയതാണ് അവര്. നമ്മൾ ഇൻവോയ്സിംഗ് ടൈമിൽ ലേബർ കോഡ് ഏതെങ്കിലും ഇഷ്യൂ ടൈപ്പ് ഫ്രീ ആക്കാതെ ബില്ലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരത്തില്ല. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പാണ്. അത് ഐഡന്റിഫൈ ആണെങ്കിൽ വെഹിക്കിൾ നമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമുക്ക് DMS ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്, അതിലും ഈ പറഞ്ഞ പോലെ വെഹിക്കിൾ നമ്പറും ജോബ് കാർഡ് നമ്പറും ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് വീലുക്കപ്പ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും ഏതാന്നുള്ളത്. ഡെയിലി നോക്കി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 വാൻഡി ഒക്കെയാണ് മാക്സിമം ഫ്രീ സർവീസ് വരുന്നുണ്ടാവുക ഡെയിലി.
അപ്പൊ അതിലൊരു വണ്ടി മിസ്സായ അന്നു തന്നെ ഐഡന്റിഫൈ ചെയ്യാം. സോ നമുക്ക് റിപ്പോർട്ട് എടുക്കുമ്പോൾ MTD ആൻഡ് FTD ആണ് പറയുന്നത്. ഡെയിലി എടുത്ത് പോവുകയാണെങ്കിൽ MTD മാത്രം നിങ്ങൾ എടുത്താൽ മതി. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാട്ടോ. ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? അതെങ്ങനെയാലും ചെയ്തു നോക്കുമ്പോൾ മാത്രമാണ് ഒരുപാട് ഡൗട്ട്സുകൾ വരും. ഓക്കെ സാർ, മനസ്സിലായി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ ട്രയൽ പോലെ എടുക്കുക. ഈവനിങ്സിലൊക്കെ ഇരുന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ ട്രെയിനിങ് എടുത്തതിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ പോർഷൻ ഒന്ന് കയറി നോക്കുക. അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കണക്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തുതരാം. പിന്നെ എഞ്ചിനീയേഴ്സ് ഉള്ള ബ്രാഞ്ച് ആണെങ്കിൽ അവരും കേപ്പബിൾ ആണ് ഇത് എടുക്കാനായിട്ട്. അപ്പൊ അവരും ഒരു 2-3 ദിവസം എടുക്കുമ്പോൾ അവരുടെ കൂടെ ഇരുത്ത് നിങ്ങൾ എടുക്കാൻ ട്രൈ ചെയ്യുക മാക്സിമം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്താലോ? വേറെ എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു. എന്റെ പേര് നിതിൻ, പറയാൻ വിട്ടുപോയി. നമ്പർ എന്നെ വിളിച്ചാൽ എല്ലാ ഗ്രൂപ്പിലും ഞാൻ ഉണ്ടാവും. എപ്പോഴായാലും വിളിക്കാം, കുഴപ്പമില്ല. വിളിക്കും. തീർച്ചയായിട്ടും സാർ, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ എന്റെ പേര് ടീം. ഓക്കെ നിതിൻ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ.